ചേട്ടാ, ഏറ്റുമാനൂരിൽ തീർച്ചയായി രണ്ടാം മത്സരത്തിന് ഇറങ്ങുന്നു. ഇങ്ങനെയാണ് 5 വർഷം ജനപ്രതിയായതിനു ശേഷം വീണ്ടും മത്സരിക്കാനുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഒരുക്കുന്നത്? ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ഒപ്പം ലക്ഷ്യബോധത്തിലൂന്നിയും നിശ്ചയദാർഢ്യത്തോടു കൂടി മത്സരരംഗത്തേക്ക് നീങ്ങുകയാണ്. എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. ഏറ്റുമാനൂരിലെ ജനത വിവേകശാലികളാണ്, സംസ്കാര സമ്പന്നരാണ്, അവരെല്ലാം തിരിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് 5 വർഷക്കാലം സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ ആദ്യം തന്നെ ജയിച്ചപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ ശില്പശാല സംഘടിപ്പിച്ച് എന്ത് നടപ്പാക്കുമെന്ന കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ജനപ്രതിനിധികളെയും പൗരപ്രമുഖരെയും ഉദ്യോഗസ്ഥ പ്രമുഖരെയും കൂട്ടിച്ചേർത്ത് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ഇതെല്ലാം ക്രോഡീകരിച്ച് ഈ മണ്ഡലത്തിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി 2 വർഷം കഴിയുമ്പോൾ ഇത് പരിശോധിക്കുമെന്ന് പറഞ്ഞു, റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. കൃത്യമായി 2 വർഷം കഴിഞ്ഞപ്പോൾ പരിശോധിച്ചു. 2021 ജൂലൈ 27 ആദ്യത്തെ ശില്പശാല, 2023 ജൂലൈ 27 രണ്ടാമത്തെ ശില്പശാല. വീണ്ടും ഞാൻ പറഞ്ഞു 4.5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇത് പരിശോധിക്കാൻ നിങ്ങളെ വിളിക്കും. 4.5 വർഷം കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഒരു MLA എൻ്റെ മണ്ഡലത്തിലെ എന്ത് നടന്നു എന്ന കാര്യം കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് ആദ്യം ഇവിടെയാണ്. അതോടൊപ്പം അത് QR കോഡ് സ്കാൻ ചെയ്താൽ എല്ലാവർക്കും മൊബൈൽ ഫോണിൽ കിട്ടത്തക്ക രൂപത്തിൽ എല്ലാ വോട്ടർമാരുടെയും വീടുകളിൽ അത് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി. ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യത്തോടു കൂടി 4200 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തി കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ, പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കിയ സംതൃപ്തിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങളെ സമീപിക്കാൻ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് എവിടെയായിരുന്നു, എന്ത് ചെയ്തു എന്നൊരു ചോദ്യം തന്നെ ഈ മണ്ഡലത്തിൽ ഉണ്ടാവാത്ത രൂപത്തിൽ ജനങ്ങളെ അപ്പപ്പോൾ ബോധ്യപ്പെടുത്തിപ്പോയ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അതിൽ കുറവുകളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവാം. അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാരെന്ന കാഴ്ചപ്പാടോടെ ജനങ്ങളുടെ മുമ്പിൽ അവരുടെ വിനീത വിധേയദാസനായി നിന്നുകൊണ്ടായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ. അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയിലും മുക്കിനും മൂലയിലും എല്ലാ വാർഡുകളിലും ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്തിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ എന്തെല്ലാമാണോ തൻ്റെ ബാധ്യത, ആ ബാധ്യത സമയോചിതമായി സന്ദർഭോചിതമായി നിറവേറ്റാനും പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ കോട്ടയം ജില്ലയിലെ മൊത്തത്തിൽ നോക്കുമ്പോൾ LDFന് ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കാൻ സാധിക്കും. നിശ്ചയമായും കോട്ടയം ജില്ലയിൽ 9 സീറ്റാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 5 സീറ്റ് LDFനും 4 സീറ്റ് UDFനുമായിരുന്നു. ഈ പ്രാവശ്യം 9 സീറ്റും പിടിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനമാണ് കാലകൂട്ടി ജില്ലാ LDF ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തിയോടെ, അടുക്കും ചിട്ടയോടെ, ഒരു തരത്തിലുള്ള തർക്കവുമില്ലാതെ, വൈകാരികമായ യോജിപ്പോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ടീം വർക്ക് ഈ ജില്ലയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട 9 സീറ്റും പിടിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള സ്ഥിതിവിശേഷം, സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വളർന്നു വന്നിരിക്കുന്നു എന്നതാണ് എടുത്തു ചൂണ്ടിക്കാണുന്നത്. ചുരുങ്ങിയ ദിവസം മാത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു പ്രഖ്യാപനവും. വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഇലക്ഷൻ വരികയാണ്. ഞാനതിൽ പൂർണ്ണ സന്തോഷവാനാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ ഒരുപാട് ദിവസം നമുക്ക് നീട്ടിക്കിട്ടിയാൽ ഒരുപാട് പണച്ചെലവ് വരും, ഒരുപാട് ആളുകളെ ബുദ്ധിമുട്ടിക്കും, നാട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, ജനങ്ങൾക്കുടെ ബുദ്ധിമുട്ട് കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. 2, സാമ്പത്തിക ചെലവുകൾ കുറയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 3, പ്രവർത്തകരെ വിഷമിപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് അതെല്ലാം കഴിയുന്ന രൂപത്തിലേക്ക് പിന്നീട് ഞങ്ങളിതെല്ലാം മുൻകൂട്ടി തയ്യാറെടുത്ത് സംഘടനാ ഭാഗമൊക്കെ ക്ലിയറാക്കി ചിട്ടയോടുകൂടി പ്രവർത്തിച്ചു വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം തന്നെ കളത്തിലേക്ക് ഇറങ്ങുന്നതിന് ഒരു പ്രശ്നമില്ല. ഇപ്പം മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെന്നാൽ ചുവരെഴുത്ത് തീർന്നുകൊണ്ടിരിക്കുന്നത് കാണാം. പ്രഖ്യാപിച്ചുള്ളൂ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ചുവരെഴുത്ത് തീരുകയാണ്. ബോർഡ് വെച്ച് കഴിഞ്ഞു, പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഏപ്രിൽ 9 എന്ന് അടുത്ത് പോയി എന്നുള്ളത് ഒരു പ്രശ്നവുമില്ല. ഞാൻ സന്തോഷിക്കുന്നു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കാതെ, പ്രവർത്തകരെ വിഷമിപ്പിക്കാതെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതാണ് ഈ നേരത്തെ വരുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുന്നു. ഓക്കെ. ഏറ്റുമാനൂരിൽ 2ാം തവണയും അംഗത്തിനിറങ്ങുന്ന VN വാസവൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ചിട്ടമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അടക്കം താൻ മണ്ഡലത്തിൽ അവതരിപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ